students. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today we are trying to discuss about the last and the final topic in the section duality, that is a solution of dual LPP. നമ്മുടെ പ്രൈമൽ എൽ പി പിയെ എങ്ങനെ ഡുവൽ എൽ പി പി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ ആ ഡുവൽ എൽ പി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡുവൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതുതായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പഠിക്കാനില്ല. നമ്മൾ പണ്ട് ഈ എൽ പി പിയുടെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംപ്ലക്സ് മെത്തേഡ് ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഡുവൽ പ്രോബ്ലത്തിന്, അതായത് ഡുവാലിറ്റിക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസിനകത്തും രണ്ടിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ പ്രസൻസ് കാണും. സോ ഡിസിഷൻ വേരിയബിൾസ് രണ്ടിൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡുവാലിറ്റിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും, സിംപ്ലക്സ് ടേബിൾ ഉപയോഗിക്കും. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ച സിംപ്ലക്സ് മെത്തേഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞത്, പുതുതായിട്ട് നമുക്കൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ഇവിടെ. നമ്മൾ ഓൾറെഡി പഠിച്ച മെത്തേഡിനെ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഡുവാലിറ്റി, അത് ഉപയോഗിച്ച് നമ്മൾ ഡുവാലിറ്റിയുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളുടെ പ്രോബ്ലം ചെയ്യുന്ന ഇപ്രകാരമാണ്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ, അതായത് നമ്മളുടെ ഒറിജിനലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഞാൻ എന്താക്കി എടുക്കുന്നു, എൻ്റെ പ്രൈമൽ പ്രോബ്ലമായിട്ട് എടുക്കുന്നു. നമ്മുടെ പ്രൈമൽ എൽ പി പി ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റിന് പ്രൈമറി ഡേറ്റയാണ് എന്തായിട്ട് എടുക്കുന്നത്, പ്രൈമൽ പ്രോബ്ലമായിട്ട് എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, ഈ പ്രൈമൽ എൽ പി പി ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡുവൽ എൽ പി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഡുവൽ എൽ പി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇപ്പം നമ്മുടെ കൈ കിട്ടിയ എന്താ, നമ്മളുടെ ഡുവൽ എൽ പി പി ആണ് ഇപ്പം നമ്മുടെ അവസാനം നമ്മളെ കയ്യിരിക്കുന്ന എൽ പി പി അല്ലേ. ഈ എൽ പി പി ഏതൊരു എൽ പി പി എന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്കറിയാം, ബൈ യൂസിങ് സിംപ്ലക്സ് മെത്തേഡ് അല്ലേ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള അവസാനമായിട്ട് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡുവൽ എൽ പി പിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത, ഈ ഒരേ ഒരു സോൾവിങ് പ്രൊസീജിയറിലൂടെ നമുക്ക് ബോത്ത് പ്രൈമൽ എൽ പി പിയുടെയും ഡുവൽ എൽ പി പിയുടെയും സൊല്യൂഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡുവൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ സിംപ്ലക്സ് ടേബിൾസ്, ഐട്രേറ്റീവ് പ്രോസസ്സ് ഉപയോഗിച്ച് സിംപ്ലക്സ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ നമ്മൾ എത്തി അല്ലേ. അപ്പോൾ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്ത് ഐട്രേഷൻ പ്രോസസ് നമ്മൾ ക്ലോസ് ചെയ്തു അല്ലേ. അങ്ങനെ നമ്മൾ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് അവിടുത്തെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ആ ഫൈനൽ സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എന്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും, ഡുവൽ പ്രോബ്ലത്തിന്, ഡുവൽ എൽ പി പിയുടെ സൊല്യൂഷൻസ് ആയിരിക്കും. അതായത് ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ നമ്മൾ അവിടുത്തെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ബി വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ ആ വാല്യൂസ് എന്ന് പറയുന്നത് ആ ഡിസിഷൻ വേരിയബിൾസ് എന്തിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ആണ്, അപ്പോൾ ആ വേരിയബിൾസ് എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്, ഡുവൽ എൽ പി പിയുടെ വേരിയബിൾസ് ആണ് അല്ലേ. അപ്പോൾ ആ ഡുവൽ എൽ പി പിയുടെ വേരിയബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അപ്പോൾ എന്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും, ഡുവൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തിൻ്റെ സൊല്യൂഷൻ കിട്ടി, ഇപ്പോഴത്തെ നമ്മുടെ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് ഡുവൽ എൽ പി പിയുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി ഇതേ ടേബിളിൽ, ഈ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ നിന്നും ഫൈനൽ സിംപ്ലക്സ് ടേബിളിലെ ഡെൽറ്റ ജെയുടെ വാല്യൂസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ സ്ലാക്ക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ജെയുടെ വാല്യൂസ് ആയിരിക്കും നമ്മളുടെ പ്രൈമൽ എൽ പി പിയുടെ ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് എന്ന് പറയും. ഇവിടെ പറയാം, നമ്മുടെ ഡുവൽ എൽ പി പി ഉപയോഗിച്ച് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തു, സിംപ്ലക്സ് ടേബിൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ വരെ എത്തി. ആ ഫൈനൽ സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ്, എക്സ് ബി വാല്യൂസ് നമ്മൾ എന്തായിട്ട് എഴുതി, ഡുവൽ എൽ പി പിയുടെ സൊല്യൂഷനായിട്ട് എടുത്തെഴുതി. ഇനി ഇതേ കോളത്തിൽ അല്ലെങ്കിൽ ഇതേ ടേബിളിൽ ഡെൽറ്റ ജെയുടെ വാല്യൂസ് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഡെൽറ്റ ജെയുടെ വാല്യൂസ് സ്ലാക്ക് വേരിയബിൾസിനും സർപ്ലസ് വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡെൽറ്റ ജെയുടെ വാല്യൂസ് ആയിരിക്കും എന്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രൈമൽ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് തന്നത്. നമുക്കൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതോടെ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ പ്രോബ്ലം. സോ ഈ ഒരു പ്രോബ്ലം നമ്മളിത് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി ടു സോൾവ് ദ എൽ പി പി
the question, minimize z is equal to 2x1 plus 2x2 subject to the constraints 2x1 plus 4x2 greater than or equal to 1, x1 plus 2x2 greater than or equal to 1, 2x1 plus x2 greater than or equal to 1, and the non-negativity condition x1, x2 greater than or equal to 0. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഡുവലിൻ്റെ സൊല്യൂഷൻ അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡുവൽ ഫോർമാറ്റ് എഴുതുന്നു. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പഠിച്ച ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം, ഇതിൻ്റെ ഡുവൽ ഫോർമാറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം ഞാൻ നേരിട്ട് അങ്ങ് എഴുതിയേക്കാണ്. Maximize z dash is equal to y1 plus y2 plus y3 subject to the constraints 2y1 plus y2 plus y3 less than or equal to 2, 4y1 plus 2y2 plus y3 less than or equal to 1, and y1, y2 and y3 greater than or equal to 0. അപ്പോൾ ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എഴുതിയ ഈ ഡുവൽ പ്രോബ്ലത്തിൽ നിന്നും അല്ലെങ്കിൽ ഡുവൽ LPP നമുക്ക് മനസ്സിലാവുന്ന കാര്യം അവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, 3 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഒറിജിനൽ പ്രൈമറി പ്രോബ്ലത്തിൽ 2 ഡിസിഷൻ വേരിയബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഡുവലിലേക്ക് മാറ്റി എഴുതിയപ്പോൾ എത്ര വേരിയബിൾസ് ആയി, 3 വേരിയബിൾസ് ആയി. സോ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ എന്ത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, തന്നിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ തന്നിട്ടുള്ള LPP നമുക്ക് ഡുവൽ LPP നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിനെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, റീറൈറ്റ് ചെയ്യുന്നു ബൈ ഇൻക്ലൂഡിങ് സ്ലാക്ക് ഓർ ദ സർപ്ലസ് വേരിയബിൾസ്. That is 2y1 plus y2 plus 2y3 less than or equal to നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിളിനെ ആഡ് ചെയ്യുന്നത് പ്ലസ് s1 equal to 2 and 4y1 plus 2y2 plus y3 plus s2 equal to 1. Again rewriting the objective function z dash is equal to y1 plus y2 plus y3 plus 0s1 plus 0 s2. ഇനി എന്ത് ചെയ്യുന്നു, ഈ റീറൈറ്റ് ചെയ്ത കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലക്സ് ടേബിളിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഫൈനൽ സിംപ്ലക്സ് ടേബിൾ മാത്രം, ദാറ്റ് ഈസ് ദ തേർഡ് സിംപ്ലക്സ് ടേബിൾ. മൂന്നാമത്തെ ഐട്രേഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ മാത്രമേ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫൈനൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഈ സിംപ്ലക്സ് ടേബിളിൻ്റെ ഐട്രേഷൻ പ്രൊസീജിയർ പോകുന്നത്, ഏതൊക്കെയാണ് കീ എലമെൻറ്റ്സ്, ഏതൊക്കെയാണ് ഇൻകമിങ് വെക്ടർ, ഏതൊക്കെയാണ് ഔട്ട് ഗോയിങ് വെക്ടർ, അതിനെപ്പറ്റി കറക്റ്റായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രം ആ പ്രോബ്ലം ചെയ്യാനുള്ള ആ ഒരു ട്രാക്ക് വന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിന് നിങ്ങൾക്ക് ഇതേ മുടക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഫൈനൽ ആൻഡ് തേർഡ് സിംപ്ലക്സ് ടേബിൾ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ദാറ്റ് ഈസ് ആ അവിടുത്തെ ബേസിക് വേരിയബിൾസ് y3യും y2വും ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് കോഎഫിഷ്യൻസ് XBക്ക് പകരമെടുത്ത വേരിയബിൾ y ആയതുകൊണ്ട് ഞാൻ YB എന്ന് എഴുതിയത്. അഗെയിൻ ദ ഡിസിഷൻ വേരിയബിൾസ് y1, y2, y3 ആൻഡ് ദ സ്ലാക്ക് വേരിയബിൾസ് s1 ആൻഡ് s2 ഉപയോഗിച്ച് എന്ത് കംപ്ലീറ്റ് ചെയ്തു, തേർഡ് സിംപ്ലക്സ് ടേബിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ജെയുടെ വാല്യൂസ് എനിക്ക് എല്ലാ വാല്യൂസും ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ആസ് ചെയ്ത് 0 ഓർ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഈ തന്നിട്ടുള്ള സിംപ്ലക്സ് ടേബിൾ ഫൈനൽ സിംപ്ലക്സ് ടേബിളിനകത്ത് ഡെൽറ്റ ജെയുടെ എല്ലാ വാല്യൂസും ഒന്നുകിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് എനിക്ക് കിട്ടി അല്ലേ. ദർഫോ എനിക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എന്താ ഇവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ, ഡുവൽ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് ടേബിളാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഡുവൽ LPP വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഡുവൽ LPPയുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മാക്സിമൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഡെൽറ്റ ജെയുടെ വാല്യൂസ് എല്ലാം ഒന്നെങ്കിൽ 0യോ നെഗറ്റീവ് വാല്യൂസോ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ദ ഐട്രേഷൻ പ്രൊസീജിയർ ബൈ ദിസ് സിംപ്ലക്സ് ടേബിൾ. ഇതപ്പോൾ നമുക്ക് y1നെയും y2നെയും y3നെയും വാല്യൂസ് അടുത്ത ഡിസിഷൻ വേരിയബിൾസ് ഏതാണ് ഡുവൽ പ്രോബ്ലത്തെ ഡിസിഷൻ വേരിയബിൾസ് y1ഉം y2ഉം y3 ആയതുകൊണ്ട് തന്നെ അവയുടെ വാല്യൂസ് നമുക്ക് എഴുതാം. y1 ഈ ടേബിളിനകത്തുള്ളത് അപ്പോൾ y1 is equal to 0, y2 is equal to 2/3 and y3 is equal to 2/3. Therefore, അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമൈസ്ഡ് വാല്യൂ ദാറ്റ് ഈസ് z ഡാഷിന്റെ മാക്സിമം വാല്യൂ ഇസ് 0 + 2/3 + 2/3. ഏത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കും, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുത്താലും സാരമില്ല. എയ്തർ റീറൈറ്റ് ചെയ്യാത്ത ഫംഗ്ഷനിലോ റീറൈറ്റ് ചെയ്ത ഫംഗ്ഷനോ ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ പറയാനുള്ളത് കാരണം ഈ രണ്ട് ഫംഗ്ഷൻസും ഒരേ ഇക്വേഷൻ തന്നെയാണ് സാറ്റിസ്ഫൈ. അതായത് ഇവിടെ S1ൻ്റെയും S2ൻ്റെയും റീറൈറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ S1ൻ്റെയും S2ൻ്റെയും പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അവയുടെ കോഎഫിഷ്യൻ്റ് എന്താണ് 0 ആയതുകൊണ്ട് തന്നെ 0യുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവയുടെ
വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കപ്പെടുന്നില്ല. സോ അതിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാത്തിടത്തോളം കാലം ഏത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലോ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ബേസിക് വേരിയബിൾസിന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. Therefore, maximum value of z dash is obtained as 4/3. അപ്പോൾ ഈ കിട്ടിയ സൊല്യൂഷൻ ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസും മാക്സിമം വാല്യൂ ഓഫ് z ഡാഷും ആയിട്ടും ഈ കിട്ടിയ സൊല്യൂഷൻ എന്തിന്റെ സൊല്യൂഷൻ ആണ്? ഈ ഡിസിഷൻ വേരിയബിൾസ് ആയ y1, y2, y3 ഏതിന്റെ ഡിസിഷൻ വേരിയബിൾസ് ആണ്? ഡുവൽ പ്രോബ്ലത്തിന്റെ ഡിസിഷൻ വേരിയബിൾസ് ആണ്. സോ ഇപ്പം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡുവൽ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്തിന്റെ സൊല്യൂഷൻ ആണ്? ഡുവൽ LPPയുടെ സൊല്യൂഷൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു ഇതേ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് ഈ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് എനിക്ക് എന്തും കണ്ടുപിടിക്കാം, പ്രൈമൽ LPPയുടെ സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതല്ലേ, അതായത് പ്രൈമൽ LPPയുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്? പ്രൈമൽ LPPയുടെ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രൈമൽ LPPയിലുള്ള ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ പ്രൈമൽ LPPയുടെ വേരിയബിൾസ് ഏതൊക്കെയാണ്? x1ഉം x2 ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ x1ഉം x2 ആണ്. അപ്പോൾ ഈ പ്രൈമൽ LPPയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എന്തിൻ്റെയൊക്കെ വാല്യൂസ് ആണ്? x1ന്റെ വാല്യൂ വേണം, x2ന്റെ വാല്യൂ വേണം അല്ലേ. ഇത് കൂടെ ഒന്നും കൂടെ ഉണ്ട്, എന്താ അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? z അല്ലേ. Therefore, minimum value of z നമുക്ക് വേണം അല്ലേ. That is minimum zന്റെ ഫോർമുല എന്താ? is 2x1 plus 2x2. Therefore, ഈ മൂന്ന് വാല്യൂസ് നമുക്ക് വേണ്ടത് x1 വേണം, x2 വേണം. അങ്ങനെ x1ന്റെ x2ന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയാൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിനിമം വാല്യൂ ഓഫ് z നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ വാല്യൂസും അതായത് പ്രൈമൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമുക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്? ഇതേ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ഡുവൽ പ്രോബ്ലത്തിന്റെ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഓഫ് ദ ഡുവൽ പ്രോബ്ലം കൺസിഡർ ചെയ്യാം. അവിടുത്തെ ഡെൽറ്റ ജെയുടെ റോ നോക്കുക. ആ ഡെൽറ്റ ജെയുടെ റോയിൽ സ്ലാക്ക് വേരിയബിൾസ് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന വാല്യൂസ് എന്ന് പറയാം. ഫൈനൽ ഡുവൽ പ്രോബ്ലത്തിന്റെ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ ഡെൽറ്റ ജെയുടെ റോയിൽ സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ ഡെൽറ്റ ജെയുടെ റോയിൽ ഇവിടെ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് മാത്രമല്ല ഉള്ളൂ, ഡിസിഷൻ വേരിയബിൾസ് അല്ല ഉദ്ദേശിക്കുന്നത്, സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് സ്ലാക്ക് വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലാക്ക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? -1/3 ആൻഡ് -1/3 അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് സ്ലാക്ക് വേരിയബിൾസ് ആണുള്ളത്, S1ഉം S2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് ആണ്? രണ്ട് ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് തന്നെയാണ്, ദാറ്റ് ഈസ് x1 ആൻഡ് x2. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഈ ഡെൽറ്റ ജെ റോയിൽ S1നും S2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിന്റെ സൈൻ ഒമിറ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്ത് എഴുതുന്നതാണ് പ്രൈമൽ പ്രോബ്ലത്തിന്റെ ഡിസിഷൻ വേരിയബിളിന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഡെൽറ്റ ജെയുടെ റോയിൽ S1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരുന്നു -1/3. അതായത് സൈൻ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ ഒമിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ന്യൂമറിക്കൽ വാല്യൂ എന്ത് മാത്രമാണ്? 1/3. ദാറ്റ് ഈസ് 1/3 കറസ്പോണ്ട്സ് ടു x1. എഗെയിൻ ഡെൽറ്റ ജെയുടെ റോയിൽ S2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ കിടക്കുന്നത്? -1/3. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈനെ ഒമിറ്റ് ചെയ്യുന്നു. സൈൻ ഒമിറ്റ് ചെയ്ത് ബാക്കി വേണ്ട എന്താണ്? 1/3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും. Therefore, ആ 1/3 എന്ന് പറഞ്ഞ വാല്യൂ വേണമെന്ന് പറയുന്നത് x2ന്റെ വാല്യൂ. Therefore, x1ന്റെയും x2ന്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ മിനിമം വാല്യൂ ഓഫ് z നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാറ്. Therefore, മിനിമം വാല്യൂ ഓഫ് z is equal to 2 × 1/3 plus 2 × 1/3. That is 2/3 plus 2/3 which is equal to 4/3. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരേ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ ഒരേ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് ഫൈനൽ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഡുവൽ പ്രോബ്ലത്തിന്റെയും അതേസമയം തന്നെ പ്രൈമൽ പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഡുവൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈനൽ സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന YBയുടെ അല്ലെങ്കിൽ XBയുടെ കോളത്തിൽ കിടക്കുന്ന വാല്യൂസും അതോടെ തന്നെ പ്രൈമൽ LPPയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതേ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ ഡെൽറ്റ ജെയുടെ റോയിൽ
സർപ്ലസ് അല്ലെങ്കിൽ സ്ലാക്ക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ആഫ്റ്റർ ഒമിറ്റിംഗ് ദ സൈൻ, അതായിരിക്കും എന്ന് പറയുന്നത് പ്രൈമൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. സോ ഇതോടെ നമുക്ക് ഒരേ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി ഉപയോഗിച്ച് ഒരേ സമയം പ്രൈമൽ എൽ പി പിയുടെയും ഡുവൽ എൽ പി പിയുടെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാം, ഈ പ്രൈമൽ എൽ പി പി ആണെങ്കിലും ഡുവൽ എൽ പി പി ആണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ്റെ വാല്യൂസ് എന്തിനാണ് വരുന്നത്, ഈക്വലൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞത് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഡുവാലിറ്റി ഇംപ്ലൈസ് എന്താണെന്ന് പറഞ്ഞത്, ഇറ്റ് ഈസ് duality implies in each linear programming problem can be analyzed in two different ways, but there is an equality of the solution. That is, in a linear programming problem, duality means each LPP can be analyzed in two different ways, but there will be an equality or equivalency in the solution. നമുക്ക് ഒരേ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ സൊല്യൂഷനകത്ത് എന്തുണ്ടാവും, ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസ് ഉണ്ടാവും. ഇതാണ് പറഞ്ഞത്, ഓപ്റ്റിമൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സെർട്ടൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷനകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂസിനകത്ത് എന്തുകൂടെ ഉണ്ടാകുന്നുണ്ട്, ഇക്വലൻസി അല്ലെങ്കിൽ ഇക്വാലിറ്റി ഉണ്ടാകുന്നുണ്ട്. ഡുവൽ പ്രോബ്ലത്തിന് അത് മാക്സിമൈസേഷൻ കണ്ടീഷനോട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ വാല്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 4/3 തന്നെയാണ്. പ്രൈമൽ പ്രോബ്ലത്തിൽ മിനിമൈസേഷൻ ഒപ്റ്റിമാലിറ്റി കണ്ടീഷനോട് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 4/3. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്, ആ ഇക്വലൻസി ഓഫ് ദ സൊല്യൂഷൻസ് എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. സോ ഇതാണ് സൊല്യൂഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡുവൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു തന്നിരിക്കുന്ന ഈ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.